അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ത്യാഗമാണ്. ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഗുണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളെന്ന് പറയുന്നത്. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ അമലു സ്വാലിഹത്തായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. നിന്റെ വാതിലല്ലാതെ ഒരു വാതിലും ഞങ്ങൾ മുട്ടിയിട്ടില്ല അല്ലാഹുവേ. നിന്റെ മുന്നിലല്ലാതെ ഞങ്ങൾ ഒരാളുടെ മുന്നിലും തലകുനിച്ചിട്ടുമില്ല, ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല. നീ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പരിഗണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ ഇബാദത്തുകളെ, ഞങ്ങളുടെ അമലു സ്വാലിഹാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളെ, വീഴ്ചകളെ, സ്ഖലിതങ്ങളെ വിട്ടുപുറത്ത് നീ മാപ്പാക്കി തരണേ അല്ലാഹ്. സാധുക്കളാണ് ഞങ്ങൾ, ഞങ്ങളോട് നീ കരുണ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും നീ കരുണ ചെയ്യണേ അല്ലാഹ്. അനേകം മനുഷ്യർക്ക് മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും വാഗ്ദാനം ചെയ്ത ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിലേക്ക് യാത്ര വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹു, അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പരിശുദ്ധ റമദാനിലൊക്കെ പുണ്യം കരസ്ഥമാക്കാൻ വളരെ ചടുലമായി ഓടി നടന്നിരുന്ന പല ആളുകളും, അല്ലാഹുവേ, നിന്റെ വിധിക്ക് വിധേയമായിക്കൊണ്ട് അസുഖത്തിലാണ്, പ്രയാസങ്ങളിലാണ്. അവർക്ക് നീ സമ്പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് നീ കാവൽ നിൽക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ, ഇടപാടുകൾ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ ഖൈറും ബറക്കത്തും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നിന്റെ ബറക്കത്തില്ലാത്ത സമ്പാദ്യം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. നിന്റെ ബറക്കത്തുള്ള സമ്പാദ്യം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ വളർത്തണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഖുർറത്ത് അയ്യുൻ, കൺകുളിർമയുള്ള മക്കളും കുടുംബവുമായി ഞങ്ങളെ കുടുംബത്തെയും മക്കളെയും നീ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ സന്താനങ്ങളിൽ നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ലോകത്ത് നിന്റെ ദീനിൻ്റെ ഇഖാമത്തിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, അവർക്ക് ഇസ്സത്തും ഇസ്തിഖാമത്തും സബറും കൺകുളിർമയുള്ള വിജയവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലമത്രയും നിന്റെ കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനി واجعلنا للمتقين إماما واجعلنا للمتقين إماما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وغلبة الدين وقهر الرجال. اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا من الديون والمظالم والنار. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وضياء أمورنا. اللهم اجعل القرآن شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعز الإسلام والمسلمين واذل الظلم والظالمين. اللهم ابرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المسلمين في غزة. اللهم انصر إخواننا في كل مكان. اللهم عجل بنصرهم يا قوي يا قهار. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا كاملا. اللهم يا منقذ موسى من فرعون ويا منقذ يونس من بطن الحوت. اللهم انقذ بلاد المسلمين من أيدي اليهود المعتدين.
اللهم احفظ المسجد الأقصى من أيدي اليهود الظالمين. اللهم احفظ المسجد الأقصى من أيدي اليهود المعتدين. اللهم ربنا تقبل دعاءنا وصيامنا وصلاتنا وسائر أعمالنا وركوعنا وسجودنا وصدقاتنا يا سميع الدعاء. اللهم إنا نسألك خير المسألة وخير الدعاء وخير النجاة وخير العلم والعمل، وثبتنا في دينك وثقل موازيننا وحقق إيماننا وارفع درجاتنا وتقبل صلاتنا وصيامنا وسائر أعمالنا بالتقوى. اللهم إنا نسألك العلا من الجنة ونعوذ بك من عذاب القبر ومن عذاب النار، ونعوذ بك من عذاب القبر ومن عذاب النار. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل دعانا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين، وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.